ജൈറക്സ് എഫക്സ് എന്ന കമ്പനി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം. അതിനായി നിങ്ങൾക്ക് ലഭിച്ച ഇൻവൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കാണാൻ കഴിയും. അതിൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ് എന്നീ വിവരങ്ങൾ കൊടുക്കുക. സെലക്ട് കൺട്രി, അതുപോലെ തന്നെ റെഫറൽ കോഡ് അവിടെ വന്നിട്ടില്ലേ എന്ന് നോക്കുക. പാസ്വേഡ് സെറ്റ് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അവിടെ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് ഒരു പുതിയ ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ വാലറ്റ് ഓപ്പൺ ചെയ്യാം. പിന്നീട് KYC അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി KYCയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പേജിലേക്ക് വരാം. ഇവിടെ നമ്മുടെ ID, ഫ്രണ്ട് പേജും ആഡ് പേജും ആഡ് ചെയ്യണം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഫുൾ നെയിം കൊടുക്കണം. അതുപോലെ തന്നെ അഡ്രസ്സും ഫിൽ ചെയ്യണം. ഈ കൊടുത്ത KYC കമ്പനി അപ്രൂവൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫണ്ട് ആഡ് ചെയ്യാൻ കഴിയും. ഫണ്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ TRC20യിലാണ്. ഇതിനു വേണ്ടി എത്രയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ എമൗണ്ട് നമുക്കിവിടെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാലറ്റിൽ നിന്ന് ബൈനാൻസ് ഓർ മെക്സി, ഏത് ട്രസ്റ്റ് വാലറ്റ് ഏതിൽ നിന്നും നിങ്ങൾക്ക് ഇതിലേക്ക് USDT ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. റെസീവ് പേയ്മെൻറ്റ് എന്ന് കൊടുത്താൽ മെയിൻ വാലറ്റിൽ നിങ്ങളുടെ USDT ആഡായി കാണാം. അതിനുശേഷം ഇൻവെസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ കയറി എത്രയാണോ നിങ്ങൾ ആഡ് ചെയ്ത മുഴുവൻ പണവും ഇവിടെ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇതിനനുസരിച്ച് ആഡ് ചെയ്യുക. ഇവിടെ എമൗണ്ട് കൊടുത്ത് മെയിൻ വാലറ്റിൽ നിന്നാണോ പ്രോഫിറ്റ് വാലറ്റിൽ നിന്നാണോ ഈ ഫണ്ട് ആഡ് ചെയ്യേണ്ടത് എന്നും കൂടി കൊടുത്ത് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ സ്കീംസ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ 100 USDT എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും നമുക്കടുത്ത എത്ര സമയം കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആഡ് ആവും എന്നുള്ളത്. ഇത് 24 hours ഓരോ പ്രോഫിറ്റും നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഓൾ സ്കീംസിൽ സ്കീം ലോഗ് എന്നതിൽ പോയാൽ വീണ്ടും എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ചാടാൻ കഴിയും എന്നുള്ളത് അവിടെ കാണിക്കും. പിന്നെ നമ്മുടെ റെഫറൽ ലിങ്ക് നമുക്കിവിടെ കോപ്പി ചെയ്ത് മറ്റുള്ള ആളുകളെ റെഫർ ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻസ്, പ്രോഫിറ്റ്, വാലറ്റിലെല്ലാം നമുക്കിവിടെ നോക്കാം. പ്രോഫിറ്റ് എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നതാണ് എടുത്തത്. അതിനായി വാലറ്റ് എക്സ്ചേഞ്ചിൽ നിന്നും പ്രോഫിറ്റ് ആയ ക്യാഷ് നമുക്ക് മെയിൻ വാലറ്റിലേക്ക് മാറ്റണം. അവിടെ ഫ്രം വാലറ്റ് കാണിക്കുന്നുണ്ട്. എമൗണ്ട് എത്രയാണോ നമ്മുടെ പ്രോഫിറ്റ് അത് മെയിൻ വാലറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്. അവിടെ എമൗണ്ട് കൊടുക്കുക. അതുപോലെ മെയിൻ വാലറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊസീഡ് ടു എക്സ്ചേഞ്ച് എന്ന് കൊടുത്താൽ നമ്മുടെ വാലറ്റിൽ നിന്നും
അത് മെയിൻ വാലറ്റിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടാവും. അതിനുശേഷം വിഡ്രോ ചെയ്യാനായി വിഡ്രോ എന്ന ഓപ്ഷനിൽ വിഡ്രോ മണി എന്ന് കൊടുത്തതിൽ ആഡ് ന്യൂ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചോയ്സ് മെത്തേഡ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് TRC20 ആണ്. ആ നിങ്ങളുടെ TRC20 അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യുക. നിങ്ങളുടെ സ്കാനറും ഇവിടെ ആഡ് ചെയ്യേണ്ടതാണ്. എന്നിട്ടത് സേവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ ആഡ് ആയിട്ടുണ്ടാവും. വിഡ്രോ മണി എന്ന ഓപ്ഷനിൽ പോയി വിഡ്രോ അക്കൗണ്ട് കൊടുത്തതിന് ശേഷം എമൗണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ കഴിയും. താങ്ക് യു.